ഓൻ പഠിച്ച കള്ളനാട്ടോ. ഇവൻ ആദ്യം വെള്ളടി മാത്രമേ ഉള്ളൂ. അപ്പം പിടിച്ചു പറയും തുടങ്ങി തോന്നുന്നുണ്ട്. വാ വാ ഉളുപ്പുണ്ടോ എനിക്ക്? എന്തെങ്കിലും പണിക്ക് പോരാ എനിക്ക്? അതെനിക്കും ചോദിക്കാനുള്ളത്. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ? രാവിലെ കൊണ്ട് വരും പോരേന്ന് ഇതിന് അങ്ങാടിക്ക് തേരാപ്പാര നടക്കാൻ വേണ്ടിട്ട്. എടാ ആ പാവം രാവിലെ പോലും വൈകുന്നേരം വരെ ഇറന്നുണ്ടാക്കുന്ന പൈസ. എന്നിട്ട് ഇനി അത് പിടിച്ചടച്ച് കൊണ്ടുപോകല്ലേ? ആ ബക്കറ്റ് കൊണ്ടുവരാ പൈസ. ഇതെന്താ ബക്കറ്റ് പിരിവോ? ഞാനാരും പൈസ ഒന്നും എടുത്തിട്ടില്ല. ഇങ്ങോട്ട് കൊണ്ടുവരാ പൈസ. സാധനം എടുക്കാൻ രാത്രി എടുത്താൽ മതി. ഇനി ഇതിപ്പോ കയ്യിലുള്ള പൈസയും പോയി, മാനും പോയി. അല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമായിട്ട് കിട്ടീനോ? ഇത് കുറവാണല്ലോ. എന്നാലേ ഇന്റെ വക ഇരിക്കട്ടെ ഒരു 100. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളെ ബക്കറ്റ് മുന്നിൽ തന്നെ വെക്കണം. ഇതുപോലത്തെ അലവലാദികള് നാട്ടിൽ കുറെ ഉണ്ട്. സൂക്ഷിക്കണം. കൊണ്ട് പിടിച്ചു പറിച്ച് കൊണ്ടുപോയി കളയും. അങ്ങനെ പറയല്ലേ. കേരളത്തിലെ ആളുകൾ എല്ലാവരും നല്ലതാണ്. നിങ്ങളാണ് എൻ്റെ രക്ഷ. ഉദയ, നമ്മളെ മുഹമ്മദ് ഖാന്റെ സ്ഥലമല്ലേ? അത് സെന്റിന് 50,000 ഞാൻ കച്ചവടാക്കാം. അല്ലേ അത് ആ റോഡ് സൈഡിലല്ലേ? റോഡൊക്കെ അപ്പം വന്നല്ലേ? അല്ലെങ്കിൽ ഞാൻ അത് 50,000 കച്ചവടാക്കേ. ലാഭാട്ടോ. അതിന്റെ പേപ്പർ വർക്കൊക്കെ നടത്തിയോ? പേപ്പർ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞ ഒരു കുടിക്കട കൂടി കിട്ടാനുള്ളൂ. എന്നാലേ കച്ചവടത്തിന് നിങ്ങൾ എന്നെയും കൂടി കൂട്ടണം കേട്ടോ. ആ മൂപ്പർ എന്നത്തെ പിരിവ് കഴിഞ്ഞെന്ന് തോന്നുന്നു. അല്ല, ഇന്നത്തെ പിരിവ് കഴിഞ്ഞോ? ആ കഴിഞ്ഞ്. ഭക്ഷണം കഴിച്ചോ? ചായ കുടിക്കണം. പാവണ്ട്, ഏതോ അന്യദേശത്ത് നിന്ന് വന്നതാ. അയാൾക്ക് കാര്യമായിട്ട് എന്തോ രോഗം കിട്ടും. അയാൾക്ക് ലക്ഷങ്ങൾ പിരിവാണെന്നാ തോന്നുന്നു. ഈ സോഷ്യൽ മീഡിയ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കളിക്കുന്ന ചില വിദ്വാന്മാരുണ്ട്. ഓരോ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല സംഖ്യ ഉണ്ടാക്കാം. അത് നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഇപ്പം നമ്മളെ നാട്ടിലെ ചെറിയ കുട്ടികൾക്കൊക്കെ 20-30 കോടിയൊക്കെ 2 ദിവസത്തിനുള്ളിൽ പിരിക്കലുണ്ട്. അതാണ് നമ്മളെ നാട്. അത് നമ്മളെ നാട്. ഇനി ഇവിടുന്ന് വേറൊരു നാട്ടിൽ പോയിട്ട് കയ്യാട്ടി നോക്ക്, ആട്ടിപ്പായിപ്പിക്കണ്ട. അതും ശരിയാണ്. പക്ഷെ സോഷ്യൽ മീഡിയ വഴിയേ ഏതെങ്കിലും ദയുള്ള ആള് ഇയാളെ വന്നൊന്ന് രക്ഷിച്ചാൽ മതിയെന്ന്. ജോബി, ഇന്നത്തെ കട്ട്സൊക്കെ ഒന്ന് വേടാ. നമസ്കാരം ചേട്ടാ. ഈ ഓപ്പറേഷന് എത്ര രൂപ വേണം? ഏകദേശം എനിക്കൊരു 2 ലക്ഷം രൂപ വേണം. എത്ര? 2 ലാഖ്. 2 ലക്ഷം രൂപ വേണം. 2 lakhs. ഓക്കെ. എത്ര രൂപ കിട്ടും ഒരു ദിവസം? ഇവിടെ അങ്ങനെ ഒരു ദിവസത്തില് അങ്ങനെ ഒരു കണക്കില്ല. ഒരു 400-500 ഒക്കെ. ഇവിടെ ഒരു ദിവസം ഇവിടെ ഒരു 400-500 അങ്ങനെ കിട്ടും. ചേട്ടൻ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഞാനിവിടെ വന്നിട്ട് ഒരു 10-13 വർഷമായി. പിന്നെ ആ സമയത്ത് ഞാനിങ്ങനെ വെറും കൈയാണ് ഇങ്ങനെ നീട്ടിപ്പോ. അപ്പൊ വലിയ പൈസ തരും. ഞാൻ ഭക്ഷണം കഴിച്ച് ടാബ്ലറ്റ് കഴിച്ച് അങ്ങനെ കഴിയും. ആക്ച്വലി ചേട്ടൻ എന്താണ് സംഭവിച്ചത്? കാലില്ല, കാല് സർജറി ആയി. ചപ്പടി അല്ല, കാല് സെപ്റ്റിക്കായി. മൊത്തത്തിൽ കേരളം എങ്ങനെയുണ്ട്? മൊത്തത്തിൽ കേരളം നല്ലത്. എല്ലാരും നല്ല ആളുകള്. ഓൾ കേരള പോലീസ് സൂപ്പർ. ജോബി നമ്പർ 1. ഓക്കെ. നാളെ നമുക്ക് ഇയാളെ പറ്റിയുള്ള കുറച്ചുകൂടെ വിഷ്വൽസ് കളക്ട് ചെയ്യണം. ഫൈസി പറഞ്ഞാൽ കറക്റ്റാണ്. നാളെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ചികിത്സാ ഫണ്ടും ഓപ്പറേഷന് വേണ്ടിയുള്ള എല്ലാ സഹായവും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. That's it.
ജയന്റ് ഓഫ് മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാ പ്രാവശ്യവും പോലെ ഈ പ്രാവശ്യവും ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കുന്നത് ഒരു ചാരിറ്റി ബേസ്ഡ് എപ്പിസോഡ് തന്നെയാണ്. 13 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് എത്തിപ്പെട്ട ഒരു രാജസ്ഥാൻകാരനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. ഇന്ന് അദ്ദേഹം സ്വന്തം കാൽ മുറിച്ചു മാറ്റപ്പെടേണ്ട ഒരു അവസ്ഥയിലാണ്. വെറും 2 ലക്ഷം രൂപയുണ്ടെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ലോട്ടറി കടയിൽ നിന്ന് ഇറങ്ങി വരുന്ന രാജസ്ഥാൻകാരനെയാണ്. എന്നാൽ കടക്കാരനോട് അന്വേഷിച്ചപ്പോൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് അറിയാൻ കഴിഞ്ഞത്. ഏട്ടാ നമസ്കാരം. ഏട്ടന്റെ പേര്? എന്റെ പേര് വിജയൻ. ഇപ്പൊ ഇവിടുന്ന് പോയ ആൾ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ആളാണ്? ഓ, അയാൾ സ്ഥിരമായിട്ട് വരാറുണ്ട്. അയാൾ ലോട്ടറി എടുക്കാറുണ്ടോ? ഓ, ലോട്ടറി എടുക്കാന്ന് പറഞ്ഞാൽ വലിയ അതിശയം തന്നെയാണ്. ഒരു ദിവസം 5000 റുപ്യന്റെ ടിക്കറ്റെങ്കിലും എടുക്കും. ഓണം മെമ്പറൊക്കെ ആണെങ്കിൽ ഒരു 2-3 കെട്ടെങ്കിലും എടുക്കും. പൈസ ഒന്നും അയാൾക്കൊരു പ്രശ്നമല്ല. എടോ, ഇതാ എറിഞ്ഞടക്കുന്ന രാജസ്ഥാനിയല്ലേ? ഇവൻ വെറും തട്ടിപ്പായില്ലേ? ഇങ്ങല്ല ഇതിനെ കാണുമ്പോ 50-100 ഒക്കെ എടുത്തു കൊടുക്കല് ഇവരൊന്നും വിശ്വസിക്കാൻ പറ്റില്ലടോ. അത് മാത്രല്ലാന്ന്, ഞാൻ ഇവന് വേണ്ടിട്ട് വാട്സപ്പ് ഗ്രൂപ്പായിട്ട് ബന്ധപ്പെട്ട് കുറെ പൈസ ഉണ്ടാക്കി വെച്ചിരുന്നു. എടോ, എന്റെ മക്കള് തിന്നേണ്ട പൈസ ഇവന്മാര് കൊണ്ടുപോയിട്ട് ദൂർത്തടിക്കുന്നത്. അത് നിങ്ങൾ പറഞ്ഞാൽ ശരിയാ. ഇപ്പണ്ട് ചില ടീം നമ്മൾ സിഗ്നലിൽ വണ്ടി നിർത്തുമ്പോഴത്തേക്കും സോപ്പും വെള്ളമായിട്ട് പാഞ്ഞു വരും. എന്നിട്ട് ചില്ലിമ്പിലേക്ക് ഇങ്ങോട്ട് ഒഴിക്കുക, വടിച്ചിങ്ങോട്ട് എടുക്കുക, എന്നിട്ട് എന്തോ ഒരു അധികാരം പോലെ പൈസ ചോദിക്കുമ്പോഴോട്. അതിങ്ങി പറഞ്ഞത് കറക്റ്റാ. അതുപോലെ വേറൊരു ടീമുണ്ട് വരാൻ, അപ്പച്ചട്ടിയായിട്ട്. ഇത് നല്ല മണ്ണിൻ്റെതാന്നൊക്കെ പറഞ്ഞാ കൊണ്ടുവരുന്നത്. എന്തോ കെമിക്കലൊക്കെ കുത്തി നിറച്ചുണ്ടാക്കി കൊണ്ടുവരുന്നാടോ. ഞാൻ ഇതിനെപ്പറ്റി വാർത്തയും കണ്ടിട്ടുണ്ട് ഫോണില്. ചുരുക്കം പറഞ്ഞാൽ ഈ അന്യ സംസ്ഥാനക്കാർ ഇവിടെ വന്നിട്ട് ഇമ്പളെ ചൂഷണം ചെയ്യാം. എടോ, എല്ലാരും അങ്ങനെ അടക്കി പറയാൻ പറ്റൂല. അന്യ സംസ്ഥാനത്ത് ഇവിടെ വന്നിട്ട് മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അത് ശരിയാ. എന്താ അത് ശരി? അന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കണ്ണ് കണ്ടോർക്ക് മുഴുവൻ 50-100 എടുത്ത് കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഇന്നത്തോടു കൂടി ഇനി നിർത്തിക്കോളണോ? ഉദയാ, ഈ ഒരു 500 കണ്ട് ഈ ഒരു കല്യാണത്തിന് വേണം. നിർത്തി. ഞാൻ ഇന്നത്തോടു കൂടി പൈസ കൊടുക്കുന്ന പരിപാടി നിർത്തി. This is the breaking news of Giant of Media. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങൾക്ക് മുമ്പേ പരിചയപ്പെടുത്തിയ രാജസ്ഥാൻകാരന്റെ ഞെട്ടിക്കുന്ന മറ്റൊരു മുഖമാണ് ഇപ്പോൾ തുറന്നു കാണിക്കാൻ പോകുന്നത്. അയാൾ നമ്മൾ സ്ഥിരം കസ്റ്റമറാണ്. രാവിലെ ഫോൺ ചാർജ് ചെയ്യാൻ വരും, വൈകിട്ട് മൂപ്പര് ചാർജ് ചെയ്ത് തിരിച്ചു പോകും. 6 മാസം കൂടുമ്പോൾ ഫോൺ മാറ്റുന്ന ഒരാളാണ് മൂപ്പര്. പറഞ്ഞാൽ 80,000 റുപ്യൻ്റെ ഫോണാണ് മൂപ്പര് ബുക്ക് ചെയ്ത്. കൂടാതെ ഇപ്പോൾ ഉള്ളത് 30,000 റുപ്യൻ്റെ Redmi Note 12 Pro ആണ്. ശരിക്കും പറഞ്ഞാൽ മൂപ്പര് നമ്മളൊരു സെറ്റ് കസ്റ്റമറാണ്. ഞങ്ങളുടെ ചാനൽ എന്നും ചാരിറ്റി പ്രവർത്തനങ്ങളും സഹായങ്ങളുമാണ് മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ രാജസ്ഥാൻകാരന് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾ ഇന്നിവിടെ ബ്രേക്ക് ചെയ്യുകയാണ്. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ലീലാവിലാസങ്ങളൊന്ന് കണ്ടാലോ? ഇതുവരെ നിങ്ങൾ രാജസ്ഥാൻകാരന്റെ മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടില്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് ആകാംക്ഷയുണ്ടാവും അദ്ദേഹത്തിന്റെ അന്തിയുറക്കം എവിടെയാണെന്ന്. ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് രാജസ്ഥാൻകാരന്റെ അന്തിയുറക്കത്തിലേക്ക്. Come on. പൈസ കൊണ്ടെടുക്കണം. ആരെ എടുത്തുണ്ടോ? പൈസ പോട്ടെ, ഞാൻ നാളെ ബക്കറ്റ് വെച്ച് പിരിക്കോ? കണ്ടില്ലേ, ഇതാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ അവസ്ഥ. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നമ്മൾ സ്വയം വിശേഷിപ്പിക്കുന്ന നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ ഹൃദയം കവർന്ന് നമ്മുടെ പണവും പറ്റിച്ച് ഇതുപോലെ സുഭിക്ഷമായി ജീവിക്കുന്ന ഇത്തരക്കാരെ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ദാനവും ധർമ്മമൊക്കെ നല്ലതാ, പക്ഷെ അത് അർഹിക്കുന്ന കൈകളിൽ എത്തിച്ചേരുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.